ഹലോ, ഹായ്, സുഖല്ലേ? സ്വീഡനെക്കുറിച്ച് പലവിധ സംശയങ്ങൾ യൂട്യൂബിൻ്റെ കമൻ്റായിട്ടും ഇൻസ്റ്റാഗ്രാമിലും വാട്സപ്പിലൊക്കെ മെസ്സേജായിട്ടും എനിക്ക് പലരിൽ നിന്നും കിട്ടാറുണ്ട്. അപ്പോൾ അതിനൊക്കെ എന്നാലാകുന്ന രീതിയിൽ ഞാൻ മറുപടി കൊടുക്കാൻ ശ്രമിക്കാറുണ്ട്. അപ്പോൾ ചില ക്വസ്റ്റ്യൻസൊക്കെ റിപ്പീറ്റായിട്ട് പലരും ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ കരുതി എന്തുകൊണ്ട് ഇതിനെക്കുറിച്ച് വീഡിയോ ചെയ്തുകൂടാ. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് വെച്ചുകൊണ്ട് അതിൻ്റെ വീഡിയോ എക്സ്പ്ലനേഷൻ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അങ്ങനെയാകുമ്പോൾ കുറേ പേർക്ക് അത് ചോദ്യം ചോദിക്കാത്തവർക്കും ഇനി തുടർന്ന് ചോദിക്കാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ സ്വീഡനെക്കുറിച്ച് അറിയാൻ കഴിയും. അതുകൊണ്ട് പുതിയൊരു സെക്ഷൻ പോലെ Q&S, അതായത് ക്വസ്റ്റ്യൻ ആൻസർ അല്ല, ക്വസ്റ്റ്യൻ ഷോ. നിങ്ങൾ ചോദിക്കുന്ന ഉത്തരങ്ങൾക്കുള്ള മറുപടി ഞാനിവിടെ വീഡിയോ ആയിട്ട് കാണിക്കാൻ ശ്രമിക്കും. അതാണ് Q&S എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. അപ്പോൾ നിങ്ങൾക്കുള്ള സംശയങ്ങൾ നിങ്ങൾക്ക് കമൻറ്റായി രേഖപ്പെടുത്താം. പിന്നെ ഡിസ്ക്രിപ്ഷനിൽ ഇൻസ്റ്റഗ്രാമിൻ്റെ ലിങ്കുണ്ട്, ഫേസ്ബുക്കിൻ്റെ ലിങ്കുണ്ട്, അവിടെയൊക്കെ നിങ്ങൾക്ക് ചോദിക്കാം. അപ്പോൾ എന്നാലാകുന്ന രീതിയിൽ യൂറോപ്പിനെക്കുറിച്ചും സ്വീഡനെക്കുറിച്ചും മറുപടി തരാൻ ശ്രമിക്കാം. അപ്പോൾ നിങ്ങൾ ചോദിച്ചോ, ഞാൻ സ്വീഡനിൽ അത് കാണിച്ചു തരാം. ഒന്നാമത്തെ ചോദ്യം, ഗൾഫിലെ ആളാണെന്ന് തോന്നുന്നു. അവിടെ കുടിവെള്ളം എങ്ങനെയാണ്? ഗൾഫിലെ പോലെ ക്യാൻ വാട്ടർ ആണോ? സ്വീഡനിലെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് നമുക്ക് സ്വീഡനിലെ ഏത് പൈപ്പ് വാട്ടറും കുടിക്കാം. ആ രീതിയിലാണ് സ്വീഡനിലെ വെള്ളമെല്ലാം ഇവർ ട്രീറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ മുനിസിപ്പാലിറ്റി ഏരിയയിലാണെങ്കിലും വെള്ളത്തിൻ്റെ സുരക്ഷയും അതിൻ്റെ പ്യൂരിറ്റിയൊക്കെ കൃത്യമായി ചെക്ക് ചെയ്യും. അതുകൊണ്ട് തന്നെ നമുക്ക് ഏത് പൈപ്പിലെ വെള്ളവും കുടിക്കാം. ക്ലോറിൻ്റെ ടേസ്റ്റ് ഒന്നുമില്ല. ഇവിടെ എല്ലാവരും ഇങ്ങനെ തന്നെയാണ് കുടിക്കുന്നത്. ഇവിടെ ക്യാൻ വാട്ടർ യൂസ് ചെയ്യുന്നില്ല. നമ്മളും ഇങ്ങനെ തന്നെയാണ്, ഡയറക്റ്റ് ടാപ്പിൽ നിന്ന് എടുത്തിട്ട് നമുക്ക് കുടിക്കാം. നല്ല നാട്ടിലുള്ള നമ്മൾ കിണറ്റിൽ നിന്നൊക്കെ കിട്ടുന്ന അതേപോലെ അതേ ടേസ്റ്റ് തന്നെയാണ് നമുക്ക് കുടിക്കാൻ പറ്റും. നല്ല തണുപ്പും ഉണ്ടാവും. പിന്നെ ഇവിടുത്തെ മുനിസിപ്പാലിറ്റി ഏരിയ അല്ലാത്ത കൺട്രി സൈഡിലൊക്കെ പോകുമ്പോൾ അവിടെ ചില വീടുകളിലൊക്കെ കിണർ ഉണ്ടാവും, വെല്ലുണ്ടാവും. അപ്പോൾ അത് നമ്മളെ നാട്ടിൽ ഉപയോഗിക്കുന്ന പോലെ അവർ ഉപയോഗിക്കും. അപ്പോൾ അതും ടെസ്റ്റ് ചെയ്തിട്ടൊക്കെ കുടിക്കണമെന്ന് മുനിസിപ്പാലിറ്റി നിർദ്ദേശിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ ഇവിടെ നമ്മൾ ഔട്ട്സൈഡൊക്കെ പോകുമ്പോൾ നമുക്ക് കുടിക്കാൻ വേണ്ടിയിട്ട് സിറ്റിയിലൊക്കെ ടാപ്പ് വാട്ടർ വെച്ചത് കാണാം. അതും നമുക്ക് കുടിക്കാം. ഇപ്പോൾ ഈ ടാപ്പിൽ കുടിക്കുന്നതും നല്ല വെള്ളമാണ്. നമ്മൾ ഇവിടുന്ന് കളിയൊക്കെ കഴിഞ്ഞിട്ട് കുടിക്കുന്ന ടാപ്പാണിത്. അപ്പോൾ സ്വീഡനിലെ വെള്ളം സേഫാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ചേട്ടാ എനിക്കധികം വയസ്സൊന്നുമില്ല ചേട്ടാ, അവിടെ സമ്മറിൽ ഫുൾ ടൈം വെളിച്ചമല്ലേ, അപ്പം എങ്ങനെ കിടന്നുറങ്ങും? വെളിച്ചം അടിക്കില്ലേ? സ്വീഡനിൽ സമ്മറിലെ അവസ്ഥയാണിത്. നല്ല വെളിച്ചമായിരിക്കും രാത്രിയൊക്കെ. ഇന്ന് കുറച്ച് മഴക്കാറുള്ളതുകൊണ്ട് കുറച്ച് ഡാർക്കാണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഏകദേശം രാത്രി 11 മണിയാവാനായി. അപ്പോൾ 11 മണിക്കൊക്കെ നല്ല വെളിച്ചമായിരിക്കും. അപ്പോൾ നമ്മൾ ഉറങ്ങുമ്പോൾ വെളിച്ചം ഇങ്ങോട്ട് അടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഈ വിൻഡോ അങ്ങോട്ട് അടച്ചിട്ട് ഈ ബ്ലാക്ക് കർട്ടൻ ഇടും. അപ്പോഴത്തേക്ക് തന്നെ വെളിച്ചം പരമാവധി ഇങ്ങോട്ട് വരില്ല. എന്നിട്ട് അടുത്ത ലെയറായിട്ട് ഇങ്ങനെ ഒരു കർട്ടനും അങ്ങോട്ട് ഇടും. അപ്പോൾ വെളിച്ചം തീരെ ഇങ്ങോട്ടേക്ക് വരില്ല. അപ്പോൾ നമുക്ക് നന്നായിട്ട് കിടന്നുറങ്ങാം. അപ്പോൾ ഇതാണ് വഴി. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, തുരുത്തിലെ ആപ്പിൾ മരം വീഡിയോ കണ്ടു, താങ്ക് യു. വീടുകളിൽ ഉള്ളത് കാണിക്കാമോ? ഞങ്ങളുടെ വീടിനടുത്തുള്ള ഒരു സ്വീഡിഷ് വീടാണ്. ആ വീടിൻ്റെ പരിസരമാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. എൻ്റെ ഒരു ഫേവറേറ്റ് വീടാണിത്. കാരണം നല്ല ഭംഗിയിലാണ് ഇതിൻ്റെ ഗാർഡനും കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത്. നല്ല രസമാണ് ഈ വീട് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങൾ ഈ വീടിൻ്റെ അടുത്ത് കൂടെ പോകുമ്പോൾ പറയാറുണ്ട് ഇങ്ങനെ ഒരു വീട് നാട്ടിലൊക്കെ ഉണ്ടാവണം, നല്ല രസമായിരിക്കും. അപ്പോൾ ഈ വീട് ഇത്രയും ഭംഗിയായി നിൽക്കാൻ കാരണം ഇവിടെയുള്ള ഒരു പ്രായമായ അമ്മമ്മയാണ്. ഫുൾ ടൈം ഈ ഒരു ഗാർഡനിൽ വന്നിട്ട് അവർ പണിയെടുക്കുന്നത് കാണാം. പുല്ലൊക്കെ വെട്ടി വളരെ നീറ്റായിട്ട് വെക്കും. ഇഷ്ടംപോലെ ആപ്പിളും ഉണ്ടായിട്ടുണ്ട്. ഇത് വൈറ്റ് ആപ്പിളാണ്. അപ്പോൾ സമ്മർ കാലഘട്ടത്തിലാണ് ആപ്പിളൊക്കെ ഉണ്ടായി ഇങ്ങനെ നമ്മുടെ നാട്ടിൽ മാങ്ങയൊക്കെ ഉണ്ടായതുപോലെയാണ് ഇവിടെ നിറച്ച് വീണ് കിടക്കുന്നുണ്ടാവും. അപ്പോൾ ഇവിടെയുള്ള അമ്മമ്മ ഡെയിലി അവിടെ വന്നിട്ട് പണിയെടുക്കും. പിന്നെ ഇഷ്ടംപോലെ ഫ്ലവേഴ്സ് ഉണ്ടായിരുന്നു. ഇപ്പോൾ കുറേ ഫ്ലവേഴ്സൊക്കെ പോയി. അപ്പോൾ നല്ല രസമാണ് ഈ ഇവരുടെ ഒരു ഗാർഡനും ഇതൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്. അവിടെ പോയി ഇരിക്കാൻ തോന്നും. അത്രയും നല്ല രസത്തിൽ, നല്ല ഭംഗിയിൽ, വൃത്തിയിൽ അത് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. അതേപോലെ വേറെയും കുറേ പഴങ്ങളുണ്ട് ഇവിടെ.
ചെറി മരങ്ങളൊക്കെ ഉണ്ട്, അതിലൊക്കെ ഇഷ്ടംപോലെ കായ ഉണ്ടായിട്ടുണ്ട്. ഇങ്ങനെ മിക്കപ്പോഴും എല്ലാ വീട്ടിലും ആപ്പിൾ ട്രീയോ എന്തെങ്കിലുമൊക്കെ ഫ്രൂട്ടിൻ്റെ ഒരു ട്രീ ഉണ്ടാവും. അപ്പോൾ ഇഷ്ടംപോലെ പക്ഷികളും ഇതൊക്കെ തിന്നാൻ വേണ്ടിയിട്ട് അവിടെ വരും. അപ്പോൾ സ്വീഡൻ്റെ പ്രത്യേകത തന്നെയാണത്. നമ്മൾ കൂട്ടിലിട്ട് പക്ഷികളെ വളർത്തുന്നതിന് പകരം ഇങ്ങനെ ചെടികളൊക്കെ ഇവർ വെക്കുന്നതുകൊണ്ടും പഴങ്ങളൊക്കെ ഉള്ളതുകൊണ്ടും പക്ഷികളൊക്കെ ഇതിൽ വന്നിട്ട് ഇതൊക്കെ കഴിക്കും. അപ്പോൾ നമ്മൾ വീട്ടിൽ വളർത്തുന്ന പോലെ പക്ഷികൾ എപ്പോഴും വീട്ടിലുണ്ടാവുകയും ചെയ്യും, പക്ഷേ അവർ സ്വന്തമായിട്ട് പറന്ന് നടക്കുകയും ചെയ്യും. അപ്പോൾ അതൊരു ഭംഗി തന്നെയാണ് കാണാൻ വേണ്ടിയിട്ട്. ആ ഒരു സൗണ്ടും പക്ഷികളുടെ സൗണ്ടൊക്കെ ഉണ്ടാവും. അപ്പോൾ സ്വീഡനിൽ ഇങ്ങനെ മിക്ക വീടുകളിലും ഒരു ആപ്പിൾ ട്രീ എങ്കിലും നമുക്ക് കാണാൻ കഴിയും. നാലാമത്തെ ക്വസ്റ്റ്യൻ, അവിടെ ബിൽഡിംഗ് എല്ലാം മരം കൊണ്ടാണോ ഉണ്ടാക്കുന്നത്? ഇത് സിവിൽ പഠിച്ച ഒരാളാണ് ചോദിച്ചത്. അപ്പോൾ അതിൻ്റെ ഡിസ്കഷൻ്റെ ഇടയ്ക്ക് ചോദിച്ചാണ്, അവിടെ ബിൽഡിംഗ് എല്ലാം മരം വെച്ചാണോ ഉണ്ടാക്കുന്നത്? സ്വീഡൻ്റെ ചരിത്രം പരിശോധിച്ചാൽ നൂറ്റാണ്ടുകളോളം സ്വീഡനിലെ ബിൽഡിങ്സ് എല്ലാം പണിതിരിക്കുന്നത് മരത്തടികൾ കൊണ്ടാണ്. ഈ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ടിമ്പർ ഹൗസസ് ഇന്നും സ്വീഡൻ്റെ പല സ്ഥലങ്ങളിലും ഇവർ സംരക്ഷിച്ചു വരുന്നുണ്ട്. ഇന്നും പല സ്ഥലങ്ങളിലും മരത്തടികൾ തന്നെയാണ് വീടുകളും മറ്റ് ബിൽഡിങ്ങും പണിയാൻ വേണ്ടി ഉപയോഗിക്കുന്നത്, പ്രത്യേകിച്ചും റൂറൽ ഏരിയകളിൽ. ചുവന്ന പെയിൻ്റ് അടിച്ച ഫാലു റെഡ് ഹൗസ് എന്നറിയപ്പെടുന്ന വീടുകൾ സ്വീഡനിൽ ഫേമസ് ആണ്. നഗരപ്രദേശങ്ങളിൽ പ്രത്യേകിച്ച് പള്ളികൾ, സ്മാരകങ്ങൾ പോലെയുള്ള വർഷങ്ങൾ തോറും നാശം വരാതെ നിലനിർത്തേണ്ട നിർമ്മിതികളാണ് പ്രധാനമായും കല്ലും കോൺക്രീറ്റും ഗ്ലാസും സ്റ്റീലും ഒക്കെ ഉപയോഗിച്ച് പണിയുന്നത്. നല്ല ഉറപ്പും തീ പിടിച്ചാൽ എളുപ്പം കത്താത്തതുമായ ക്രോസ് ലാമിനേറ്റഡ് ടിമ്പർ അല്ലെങ്കിൽ CLT ഒക്കെയാണ് മൾട്ടി സ്റ്റോറി ബിൽഡിംഗ് പണിയാൻ ഇവിടെ ഉപയോഗിക്കുന്നത്. സ്വീഡൻ്റെ ഫോറസ്ട്രി ഇൻഡസ്ട്രി വെൽ മാനേജ്ഡ് ആയതുകൊണ്ട് തന്നെ മരത്തടികളുടെ റിന്യൂവബിൾ സപ്ലൈ ഇവർ ഉറപ്പുവരുത്തുന്നുണ്ട്. ബിൽഡിങ്ങിൻ്റെ പർപ്പസ്, ലൊക്കേഷൻ ഇതെല്ലാം അനുസരിച്ചാണ് സ്വീഡനിൽ ബിൽഡിങ്സ് പണിയാൻ കോൺക്രീറ്റ്, സ്റ്റീല്, ഗ്ലാസ്, സ്റ്റോണ്, മരത്തടികൾ ഇവയൊക്കെ ഉപയോഗിക്കുന്നത്. വീടുകളുടെ നിർമ്മാണത്തിൽ കൂടുതലും മരത്തടികൾ തന്നെയാണ് ഇവിടെ ആശ്രയിക്കുന്നത്. അതുപോലെ റൂഫ് മിക്കതും ഓടുമേഞ്ഞവ ആയിരിക്കും. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ നിങ്ങളുടെ സംശയങ്ങൾ മെസ്സേജായിട്ടോ കമൻ്റായിട്ടോ അയച്ചോളൂ, ഞാൻ റിപ്ലൈ തരാൻ ശ്രമിക്കാം. അതുപോലെ ചാനൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എല്ലാം ചെയ്യുക. അപ്പോൾ വീണ്ടും കാണാം. താങ്ക് യു. ബൈ ബൈ.